ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് യൂണിവേഴ്സിറ്റി LGS മെയിൻ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ്സ് ആയിട്ട് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതാണ്? ബയോട്ടിൻ, ഫോളിക് ആസിഡ്, തയാമിൻ, റൈബോഫ്ലാവിൻ. ഏതാണ് ഉത്തരം? ഉത്തരം ബയോട്ടിൻ. ഏതാണ് വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത്? ബയോട്ടിൻ. ജീവകം H എന്നറിയപ്പെടുന്നത് B7 അഥവാ ബയോട്ടിൻ ആണ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകമാണ് B. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകമാണ് B2. എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകമാണ് ജീവകം H. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകമാണ് B9. ഒന്നുകൂടെ നോക്കാം. ജീവകം H എന്നറിയപ്പെടുന്നത് B7 അഥവാ ബയോട്ടിൻ ആണ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകമാണ് B. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകമാണ് B2. എലീസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകമാണ് ജീവകം H. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകമാണ് B9. അടുത്ത ചോദ്യം, പേശികളെക്കുറിച്ചുള്ള പഠനം ഏതാണ്? ഓസ്റ്റിയോളജി, മയോളജി, നെഫ്രോളജി, ഫ്രിനോളജി. ഏതാണ് ഉത്തരം? ഉത്തരം മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനം എന്താണ്? മയോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫോളജി. കരളിനെക്കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. ഒന്നുകൂടെ നോക്കാം. അസ്ഥികളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നെഫോളജി. കരളിനെക്കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. അടുത്ത ചോദ്യം നോക്കാം. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയതാരാണ്? രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയതാരാണ്? കാൾ ലാൻഡ്സ്റ്റെയ്നർ, വില്യം ഹാർവി, ജോസഫ് പ്രീസ്ലി, ഹംഫ്രി ഡേവി. ഏതാണ് ഉത്തരം? ഉത്തരം വില്യം ഹാർവി. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയതാരാണ്? വില്യം ഹാർവി. ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തം. ഓക്സിജനെ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകമാണ് ഹീമോഗ്ലോബിൻ. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് രക്തമാണ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്. രക്തത്തിൻ്റെ pH മൂല്യം 7.35 മുതൽ 7.45 വരെയാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ദ്രാവക രൂപത്തിലുള്ള സംയോജക കലയാണ് രക്തം. ഓക്സിജനെ ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകമാണ് ഹീമോഗ്ലോബിൻ. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് രക്തമാണ്. രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്. രക്തത്തിൻ്റെ pH മൂല്യം 7.35 മുതൽ 7.45 വരെയാണ്. അടുത്ത ചോദ്യം നോക്കാം. പക്ഷിപാതാളം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പക്ഷിപാതാളം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: കോട്ടയം, പാലക്കാട്, വയനാട്, ഇടുക്കി. ഉത്തരമേതാണ്? വയനാട്. പക്ഷിപാതാളം ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ലയാണ് വയനാട്. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ലയാണ് വയനാട്. കേരളത്തിൽ ചിത്രകൂടൽ പക്ഷികൾ കാണപ്പെടുന്ന പക്ഷി സങ്കേതമാണ് പക്ഷിപാതാളം. ബ്രിട്ടീഷുകാർക്കെതിരെ വയനാട്ടിൽ നടന്ന ആദിവാസി വിപ്ലവമാണ് കുറിച്യ കലാപം. കേരളത്തിൽ ആദ്യമായി ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ ജില്ല വയനാടാണ്. കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രാലിറ്റി പ്രോജക്റ്റ് നിലവിൽ വന്ന ജില്ലയാണ് വയനാട്. ഒന്നുകൂടെ നോക്കാം. കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ലയാണ് വയനാട്. കേരളത്തിൽ ചിത്രകൂടൽ പക്ഷികൾ കാണപ്പെടുന്ന പക്ഷി സങ്കേതമാണ് പക്ഷിപാതാളം. ബ്രിട്ടീഷുകാർക്കെതിരെ വയനാട്ടിൽ നടന്ന ആദിവാസി വിപ്ലവമാണ് കുറിച്യ കലാപം. കേരളത്തിൽ ആദ്യമായി ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ ജില്ല വയനാടാണ്. കേരളത്തിലെ ആദ്യ കാർബൺ ന്യൂട്രാലിറ്റി പ്രോജക്റ്റ് നിലവിൽ വന്ന ജില്ലയാണ് വയനാട്. അടുത്ത ചോദ്യം നോക്കാം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? ഓപ്ഷൻസ്: തലാമസ്, സെറിബ്രം, സെറിബെല്ലം, ഹൈപ്പോതലാമസ്. ഏതാണ് ഉത്തരം? ഉത്തരം സെറിബ്രം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം.
ബുദ്ധി, ചിന്ത, ഭാവന, ഓർമ്മ എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗമാണ് സെറിബ്രൽ കോർട്ടക്സ്. സെറിബ്രത്തിൻ്റെ ആന്തരഭാഗമാണ് മെഡുല്ല. തലയ്ക്കു ക്ഷതമേറ്റ ആൾക്ക് കുറച്ചു ദിവസത്തേക്ക് ആളുകളെ തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടമാകുന്നത് സെറിബ്രത്തിന് തകരാർ സംഭവിക്കുന്നത് കൊണ്ടാണ്. സെറിബ്രത്തിൽ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. ഒന്നുകൂടെ നോക്കാം. ബുദ്ധി, ചിന്ത, ഭാവന, ഓർമ്മ എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗമാണ് സെറിബ്രൽ കോർട്ടക്സ്. സെറിബ്രത്തിൻ്റെ ആന്തരഭാഗമാണ് മെഡുല്ല. തലയ്ക്കു ക്ഷതമേറ്റ ആൾക്ക് കുറച്ചു ദിവസത്തേക്ക് ആളുകളെ തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടമാകുന്നത് സെറിബ്രത്തിന് തകരാർ സംഭവിക്കുന്നത് കൊണ്ടാണ്. സെറിബ്രത്തിൽ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. അടുത്ത ചോദ്യം, അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻസ്: ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മൊറാർജി ദേശായി. ഉത്തരം ജവഹർലാൽ നെഹ്റു. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ച പ്രധാനമന്ത്രി നെഹ്റുവാണ്. 1938 രൂപീകൃതമായ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു നെഹ്റു. അവിശ്വാസ പ്രമേയം നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് ജവഹർലാൽ നെഹ്റു. 1959 പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ച പ്രധാനമന്ത്രി നെഹ്റുവാണ്. 1938 രൂപീകൃതമായ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ജവഹർലാൽ നെഹ്റു. അവിശ്വാസ പ്രമേയം നേരിട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം. 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാനാണ് ജവഹർലാൽ നെഹ്റു. 1959 പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻസ്: കോഴിക്കോട്, വയനാട്, തൃശൂർ, തിരുവനന്തപുരം. ഉത്തരം തിരുവനന്തപുരം. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. സാമൂതിരിയുടെ ആക്രമണം നേരിടുന്നതിനായി 1531 പോർച്ചുഗീസുകാർ പണിത കോട്ടയാണ് ചാലിയം കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ട. ബ്രിട്ടീഷുകാർ 1708 കണ്ണൂരിൽ നിർമ്മിച്ച കോട്ടയാണ് തലശ്ശേരി കോട്ട. ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട. സാമൂതിരിയുടെ ആക്രമണം നേരിടുന്നതിനായി 1531 പോർച്ചുഗീസുകാർ പണിത കോട്ടയാണ് ചാലിയം കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ട. ബ്രിട്ടീഷുകാർ 1708 കണ്ണൂരിൽ നിർമ്മിച്ച കോട്ടയാണ് തലശ്ശേരി കോട്ട. അടുത്ത ചോദ്യം നോക്കാം. 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻസ്: അയ്യങ്കാളി, വാഗ്ബടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, പണ്ഡിറ്റ് കറുപ്പൻ. ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ. 1931 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകനാരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. കൊച്ചി നാട്ടുരാജ്യത്തെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താവാണ് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ ജനിച്ച പണ്ഡിറ്റ് KP കറുപ്പൻ. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായത് 1925 പണ്ഡിറ്റ് കറുപ്പൻ കല്യാണദായിനി സഭ സ്ഥാപിച്ചത് ആനാപ്പുഴയിലാണ്. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ ജാതിക്കുമ്മി. ഒന്നുകൂടെ നോക്കാം. പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. കൊച്ചി നാട്ടുരാജ്യത്തെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താവാണ് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ ജനിച്ച പണ്ഡിറ്റ് KP കറുപ്പൻ. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്.
പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായത് 1925-ലാണ്. പണ്ഡിറ്റ് കറുപ്പൻ കല്യാണദായിനി സഭ സ്ഥാപിച്ചത് ആനാപ്പുഴയിലാണ്. കൊടുങ്ങല്ലൂരാണ് ആനാപ്പുഴ. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതിയാണ് പണ്ഡിറ്റ് കറുപ്പിൻ്റെ ജാതിക്കുമ്മി. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഏതാണ്? മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻസ്: അനുച്ഛേദം 25, അനുച്ഛേദം 28, അനുച്ഛേദം 32, അനുച്ഛേദം 39. ഏതാണ് ഉത്തരം? ഉത്തരം അനുച്ഛേദം 32. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 32. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 32 ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് അനുച്ഛേദം 32 ഒന്നുകൂടെ നോക്കാം. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്നത് അനുച്ഛേദം 32 ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്നിങ്ങനെ ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് അനുച്ഛേദം 32. അപ്പോൾ വരാനിരിക്കുന്ന LGS എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്സുമാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.